ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പച്ചമുളക് കൃഷിയാണ്. നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കുറച്ച് പച്ചമുളകിൻ്റെ തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആ പച്ചമുളകിൻ്റെ തൈകൾ. അന്ന് ഞാൻ പഴയ ഗ്രോ ബാഗിനകത്ത് വളമൊന്നും ചേർക്കാതെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുളക് തൈയൊക്കെ പൂവിടാറായിട്ട് വരുന്നുണ്ട്. നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ചില തൈകളൊക്കെ അല്പം മുരടിപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പം മുരടിപ്പൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ജൈവ വളക്കൂട്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടിയ തൈകളായിരുന്നു. അതെല്ലാം ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ഗ്രോ ബാഗിനകത്ത് 2 എണ്ണമൊക്കെ വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. അത് കണ്ടോ. അപ്പം നമുക്ക് മുളക് കുരുടിച്ച് പോകാതെ നന്നായിട്ട് കായ്ഫലം കിട്ടുവാനായിട്ട് നമുക്ക് ഒരു വളം ഇന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ എൻ്റെ പഴയ ചുവട് മുളക് തൈയാണ്. ഇതിലൊക്കെയും മുളകുണ്ട്. നമുക്കറിയാം, നമുക്ക് ദിവസേന അടുക്കളയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു പച്ചക്കറി ഇനമാണ് പച്ചമുളക്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തുടർച്ചയായിട്ട് തന്നെ പച്ചമുളക് കൃഷി ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് എപ്പോഴും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചമുളക് ഞാൻ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഒന്ന് പോകുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമ്മൾ അടുത്തത് പച്ചമുളക് ചെടികൾ വെച്ച് പിടിപ്പിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പച്ചമുളക് തീർന്നു പോയാലും നമുക്ക് കാന്താരിയുണ്ട്, അതുപോലെ വെള്ളക്കാന്താരിയുണ്ട്. അതുപോലെ പച്ചമുളകിന് നമുക്ക് കുറവ് വരാതെ തന്നെ എപ്പോഴും എനിക്ക് പച്ചമുളക് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ അതുപോലെയുള്ള വളങ്ങളൊക്കെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുളക് ഒക്കെ കുരടിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് വളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എങ്കിലേ കുരടിപ്പില്ലാതെ നന്നായിട്ട് നമ്മുടെ പച്ചമുളകിൽ മുളകൊക്കെ പിടിക്കുകയുള്ളൂ. ഇതായത് കണ്ടോ, ഇതൊരു പച്ചമുളക് ചെടിയാണ്. ആ പച്ചമുളക് ചെടിയിലെ മുളക് കണ്ടോ, നല്ല നീളമാണ്. ഇതിൽ ഈ ഒരു മുളക് മതി നമുക്കൊരു തോരനോ മെഴുക്കുവരട്ടിക്കോ ഒക്കെ ഉപയോഗിക്കാനായിട്ട്. നല്ല എരിവുള്ള മുളകുമാണ്, നല്ല നീളത്തിലുള്ളതാണ്. ഇത് ഞാൻ മുളകിൻ്റെ അരി പാകി കിളിർപ്പിച്ച മുളക് തൈയാണ്. അത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൊല്ലയിൽ തന്നെ നമുക്കിതാ ഇത്രയും മുളക് പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ മുമ്പ് പച്ചമുളകിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിലൊക്കെ ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ എനിക്ക് പച്ചമുളക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ആ പച്ചമുളകിന് ചെയ്യുന്ന വളത്തിൻ്റെ വീഡിയോ ഒക്കെ മുമ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മുടെ ഈ പുതിയ തൈകൾക്ക് അതുപോലെ കുരടിപ്പ് വരാതെ നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ പിടിക്കാനായിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. അത് കണ്ടോ, ഈ ഒരു കൊലയിൽ തന്നെ കണ്ടോ എന്തേലും പൂക്കളാണ് പിടിച്ച് വരുന്നതെന്ന് കണ്ടോ. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഒക്കെ വളം ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ല മുളകാണ്, നല്ല എരിവുള്ള മുളകുമാണ്. ഒരെണ്ണം നമുക്ക് ഉപയോഗിച്ചാലും മതി. അപ്പം നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ പോകുന്നത് ഒരു വളക്കൂട്ടാണ്. അതിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത്. ഇത് കണ്ടോ, ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇത് കൂടാതെ തന്നെ കുറച്ച് ചാരം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ വളക്കൂട്ടുണ്ടാക്കി നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് തഴച്ച് വളരുകയും അതുപോലെ തന്നെ നമുക്ക് നിറയെ കായ്ഫലമൊക്കെ കിട്ടുകയും ചെയ്യും. ഇതാ ഞാനിപ്പം ഒരു പാത്രം ചാരം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചാരം കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുളകിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഇഷ്ടം പോലെ മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ചാരം പച്ചമുളകിന് നല്ല ഒരു വളമാണ്. അപ്പോൾ ഞാൻ ചാരവും എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
നന്നായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും പച്ചക്കറിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മുളക് തൈയൊക്കെ കിട്ടാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകാണെങ്കിൽ അതിലൊരു പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നിങ്ങളൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ ഒക്കെ പാകി കൊടുത്താൽ നിങ്ങൾക്ക് തൈകൾ പാകിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മുടെ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നമുക്ക് ആ തൈകളെ പറിച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചമുളകൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ ഈ വളം ഇട്ട് കൊടുക്കാം. വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഈ ജൈവ വളക്കൂട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും തണ്ടിൽ മുട്ടാതെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എല്ലാത്തിൻ്റെയും ചൂട് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇനി വൈകുന്നേരം എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. കുരുടിപ്പ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് വളമൊക്കെ നമ്മുടെ പച്ചമുളകിന് ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളകിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലെ ബ്രാഞ്ചസൊക്കെ ഇഷ്ടം പോലെ പിടിക്കുകയും അതിലെല്ലാം നമുക്ക് മുളക് കിട്ടുകയും ചെയ്യും. ഞാനിത് മുളച്ച് ഒന്ന് നുള്ളി കൊടുത്തതാണ്. നുള്ളി കൊടുത്തതിന് ശേഷം അതിൽ ഉണ്ടായിരിക്കുന്ന ബ്രാഞ്ചസ് കണ്ടോ, ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാകുകയും ചെയ്യും. കൃഷി ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഈ വളക്കൂട്ടൊന്ന് തയ്യാറാക്കി നിങ്ങളുടെ പച്ചമുളക് ചെടിക്ക് ഒന്ന് ഇട്ട് കൊടുക്കൂ. നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചെടിയിൽ നിറയെ കായ്കളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് പച്ചമുളകിന് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഈ പച്ചമുളക് തൈയുടെ മണ്ടയിൽ കൂടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുരുടിപ്പൊക്കെ ഇല്ലാതെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ നമ്മുടെ എല്ലാ പച്ചമുളക് തൈകൾക്കും നമ്മുടെ ഈ ജൈവ വളക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് വളപ്രയോഗം നടത്തി കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.